പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനു ഷരീഫിലെ നല്ല നല്ല ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാനു ഷരീഫിലെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുന്നുണ്ട്. ഞാനൊരു 6 ദിക്റുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വളരെ ചെറിയ ദിക്റുകളാണ്. ഈ ദിക്റ് ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഏതൊക്കെയാണ് 6 ദിക്റുകളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ഹാജത്തുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ആ അൽഹംദുലില്ലാ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ഈ ചാനലിൽ വിശാലമായ ദിക്റ് ദുആ മജ്ലിസ് നടക്കുന്നുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും റാഹത്തും സന്തോഷവും ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ആ മജ്ലിസിൽ പങ്കെടുക്കണം. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനു ഷരീഫിലെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറാനുണ്ട്. മക്കളെ കെട്ടിക്കണം, നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നല്ല ഡ്രസ്സ് വേണം, നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, അതുപോലെ തന്നെ നല്ല ആരോഗ്യം വേണം, അസുഖം ശിഫയാകണം, കടത്തിൽ നിന്ന് രക്ഷപ്പെടണം, ബാങ്കിന്റെ ലോണിൽ നിന്ന് രക്ഷപ്പെടണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ 6 ദിക്റുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ഈ പറയുന്ന ദിക്റുകൾ ചൊല്ലിയിട്ട് ഒന്ന് ദുആ ചെയ്ത് നോക്ക്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. ദിക്റുകൾക്ക് അതിനുള്ള കഴിവുണ്ട്. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാതെ ദിക്ർ ചെല്ലാതെ നിങ്ങളുടെ കൽബിന് ശാന്തത ഉണ്ടാവൂല, നിങ്ങളുടെ കൽബിന് സമാധാനം ഉണ്ടാവൂല, സന്തോഷം ഉണ്ടാവൂല എന്ന് അള്ളാഹു ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ദിക്ർ, എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് വിശദമായി ഞാൻ പറയുകയാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ദിക്ർ നമ്മൾക്കൊക്കെ അറിയുന്ന ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞോക്കണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 33 പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ പറയുന്ന ദിക്റൊക്കെ ഒരുമിച്ച് ചൊല്ലണം. 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുക. പ്രത്യേകം റമദാനിന്റെ രാപ്പകലുകളിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയണമെന്ന് വലിയ ആരിഫീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുക. അതിനുശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് മുത്തുനബി പഠിപ്പിച്ച ദിക്റാണ്. മഹാന്മാര് ജീവിതത്തിൽ ചെയ്തു പോകുന്ന ദിക്റാണ്. ഒരുപാട് ദിക്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ദിക്റുകൾ അടങ്ങിയ വലിയൊരു ദിക്റാണത്. എങ്ങനെ? സുബ്ഹാനല്ലാഹ് അതൊരു ദിക്റാണ്, അൽഹംദുലില്ലാ അതൊരു ദിക്റാണ്, അല്ലാഹു അക്ബർ അതൊരു ദിക്റാണ്, ഇല്ലല്ലാഹ് അതൊരു ദിക്റാണ്. അങ്ങനെ ഒരുപാട് ദിക്റുകൾ അടങ്ങിയ വലിയൊരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്റും അസ്തഗ്ഫിറുല്ലാഹ് 33 പറഞ്ഞതിന് ശേഷം ഈ ദിക്റും 33 പ്രാവശ്യം പറയുക. മൂന്നാമത് അതിന്റെ ശേഷം പറയേണ്ട ദിക്റ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓരോ ദിക്റുകൾക്കും വ്യത്യസ്തമായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇതും 33 പ്രാവശ്യം പറയാ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അതിനുശേഷം ഒരു സ്വലാത്താണ്. ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്ത് 33 പ്രാവശ്യം പറയാ. സലാത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞ മനസ്സിനൊരു റാഹത്ത് ഉണ്ടാവും. ആത്മാർത്ഥതയോടുകൂടെ മനസ്സറിഞ്ഞ് ചെല്ലണം കേട്ടോ. അഞ്ചാമത്തെ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇത് 33 പ്രാവശ്യം പറയണം. ഈ ദിക്റ് ഒരാള് 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരിഫീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് പറഞ്ഞ കാണി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഇതും 33 പ്രാവശ്യം പറയാ. അതിനുശേഷം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുആഉൽ ഖർബ് എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് 33 പ്രാവശ്യം പറയാ. ഇത് പറയുമ്പോ തന്നെ നമ്മളെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. ഈ പറഞ്ഞ ദിക്റുകള് 33 പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിനൊരു സമാധാനവും ഒരു സന്തോഷവും ഒരു കുളിർമയും നമ്മൾക്ക് ലഭിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ദിക്റൊക്കെ ചെല്ലേണ്ടത്. കിബിലക്ക് മുന്നിട്ടിട്ട് നല്ല ഒരു സമയം നോക്കുക. ലുഹാ സമയമോ അതല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയമോ അതല്ലെങ്കിൽ വിത്റിന്റെ ശേഷമൊക്കെ നല്ല ഒരു സമയം കണ്ടെത്തിയിട്ട് ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥമായി കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുക. കരഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് ദുആ ചെയ്തോ. എങ്ങനെയാ ദുആർക്കേണ്ടത്? അല്ലാഹുവേ, ഞാൻ ഈ ചൊല്ലിയ 6 ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട്, 6 ദിക്റുകളുടെ ശ്രേഷ്ഠത കൊണ്ട്, 6 ദിക്റുകളുടെ മഹത്വം കൊണ്ട് എന്റെ പ്രയാസങ്ങൾ നീ അകറ്റി തരണേ റബ്ബേ. എന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റി തരണേ അല്ല. എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അല്ല. എന്റെ കഷ്ടപ്പാടുകൾ നീ അകറ്റി തരണേ എന്ന് മനസ്സറിഞ്ഞു ദുആ ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മൾ ദിക്ർ ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകും. അതിൽ ഒരു സംശയം വേണ്ട. കാരണം ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് അള്ളാഹിനോട് പറയുന്നത് അള്ളാഹു സ്വീകരിക്കാതിരിക്കോ? അതിമഹത്തായ ദിക്റുകളല്ലേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ. ഈമാൻ നൽകട്ടെ. നമ്മൾക്ക് റമദാനിൽ ചെല്ലേണ്ട അത്ഭുതകരമായ ആ ദിക്ർ 3 പ്രാവശ്യം ചെല്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.